السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. إن شاء الله ഇന്ന് വാവിനോട് ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? വാവിനോട് വാ ചേർന്ന് വരുമ്പോൾ എങ്ങനെ എഴുതാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതില് വാവിന്റെ മുന്നിലെ ആദ്യ ഭാഗം അതിന്റെ ഒന്നാം ഭാഗം ഉയർന്നിരിക്കും. വാവിന്റെ ആദ്യം വരുന്നത് ഇവിടൊക്കെ അതാണ് കാണുന്നത്, ഉയർന്നിരിക്കും. അതുപോലെ തന്നെ കാഫിലെ പോലെ കാഫിന്റെ മോഡല് ഹാഫ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? അതിന്റെ മോഡൽ പൊങ്ങി ഉയർന്നിരിക്കും. നിങ്ങൾക്ക് കാണാം ബോർഡില് വാവിനോട് ചേർന്ന് വരുമ്പോൾ മുന്നത്തെ അക്ഷരം ബാ ആണ്, താ ആണ്, സ ആണ്. അത് പൊങ്ങിയിട്ടാണ് നിൽക്കുക. വാവ് താഴോട്ടാണ് ഇറങ്ങി വരേണ്ടത്, മറ്റത് പൊങ്ങി നിൽക്കണം. അപ്പോൾ എഴുതുമ്പോ താ എഴുതിയതിനു ശേഷം വാവ് താഴേക്കാണ് പോവേണ്ടത്. വരിയിൽ നിന്നും താഴേക്കാണ് വാവ് പോവേണ്ടത്. വാവിന്റെ ഈ തല മാത്രമേ വരിയിൽ ഉണ്ടാവുള്ളൂ, വാവ് താഴോട്ടാണ് ഇറങ്ങേണ്ടത്. അതുപോലെ തന്നെ യോമിലാണെങ്കിലും യാതൊരു വാവ് അടിയിൽ താഴേക്ക് വരും. ബർമുലാകുമ്പോഴും വാവിനോട് ചേർന്ന് വരിയിൽ നിന്ന് വിട്ടിട്ടാണ് വാവ് അടിയിട്ടുണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ വാവിനോട് ചേർന്ന് വരുമ്പോൾ എഴുതേണ്ടത്. വാവ് എഴുതുന്ന അക്ഷരം കൃത്യമായി നമുക്ക് പഠിക്കാം. ഓരോന്നും റാ എഴുതുന്നതിന്റെ രൂപത്തിൽ തന്നെയാണ് വാവ്. വാവിന്റെ തലക്ക് നമ്മളെ കാഫിന്റെ ആ തല ചേർത്ത് കൊടുക്കുക എന്ന് മാത്രമേ. ബാക്കിയെല്ലാം റാഇന്റെ രൂപമാണ്. അപ്പോ റാവും കാഫിന്റെ തലയും അത് രണ്ടും ചേർത്ത് വെച്ചാൽ ആണ് വാവാവുന്നത്. ആ വാവ് എഴുതേണ്ടതാണ്. മോഡൽ ഉദാഹരണം വേണ്ടി കാട്ടി തന്നിട്ടുള്ളത്. എല്ലാം ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഓരോന്നും ഏത് രൂപങ്ങൾ ശ്രദ്ധിക്കുക, അതേ രൂപത്തിൽ എഴുതി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി അക്ഷരങ്ങളുമായി നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.